17 അധ്യായത്തിന്റെ 7 വാക്യം. आइए हम देखते हैं भजन संगीता किताब 17 का 7। സങ്കീർത്തനം 17 അധ്യായത്തിന്റെ 7 വാക്യം. भजन संगीता 17 का 7। അവിടെ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണം. वचन ऐसा कहता है, तू जो अपने दाहिने हाथ के द्वारा अपने शरणागत को उनके विरोधियों से बचाता है, अपनी अद्भुत करुणा दिखा। ഇന്ന് പകൽക്കാലം ലഭിച്ചിരിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, आज सुबह जो मिला हुआ विषय क्या है पूछा तो ദൈവത്തിന്റെ വലം കൈ. परमेश्वर का दाहिना हाथ। ആമേൻ. ദൈവത്തിന്റെ വലം കൈ. परमेश्वर का दाहिना हाथ। ആമേൻ. വലം കൈ എന്ന് പറയുമ്പോൾ അത് ശക്തിയെ കാണിക്കും. दाहिना हाथ कहने के समय वो शक्ति को दर्शाता है, കാരണം എല്ലാ കാര്യങ്ങൾക്കും അധികം ഉപയോഗിക്കുന്നത് വലം കൈ. क्योंकि हर कार्य के लिए ज्यादा इस्तेमाल करते हैं दाहिना हाथ। ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വലം കൈയെ കുറിച്ച് അധികമായി കാണുവാൻ കഴിയും. परमेश्वर के वचन पढ़ने के समय उनके दाहिने हाथ के बारे में ज्यादा देखते ആ हैं। വലം കൈ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. दाहिना हाथ क्या क्या करता है करके वचन में देखते हैं। ആമേൻ. വലം കൈ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ തകർക്കുന്നത് വലം കൈയാണ്. वो दाहिना हाथ शत्रु को जो है हराता है। മാത്രമല്ല ദൈവത്തിന്റെ വചനം പ്രമാണമുള്ളത് വലം കരത്തിലാണ്. तो जो प्रमाण है परमेश्वर के दाहिने हाथ में, ആമേൻ. വലം കരത്തിലാണ് രക്ഷയുള്ളത്. दाहिने हाथ में उद्धार है। അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. वो हमने यहाँ पर पढ़ा है, ആമേൻ. ദൈവം നമ്മെ രക്ഷിക്കുന്നത് തന്റെ വലം കൈയാൽ. परमेश्वर अपने दाहिने हाथ से हमें बचाता है। അപ്പോ ദൈവത്തിന്റെ വലം കൈ തന്നെ ശരണമാക്കുന്നവരെ രക്ഷിക്കും. तो परमेश्वर का दाहिना हाथ जो है बचाता है। ആമേൻ. തന്നെ ശരണമാക്കുന്നവരെ, ദൈവത്തെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നു. तो परमेश्वर पे जो भरोसा रखते हैं उनको बचाता है, മാത്രമല്ല എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് വിടുവിക്കുന്നത്. और जो विरोध करते हैं उनके हाथों से छुड़ाता है। അപ്പോ ദൈവ മക്കൾക്ക് വിരോധമായി നിൽക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുന്നു. तो परमेश्वर के विरोध रहने के समय परमेश्वर हमें बचाता है। ദൈവ മക്കൾക്ക് വിരോധമായി ശത്രു കടന്നു വരുമ്പോൾ परमेश्वर के बच्चों के विरोध जब शत्रु आता है, അവിടെ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിന്റെ വലം കരമാണ്. परमेश्वर का दाहिना हाथ हमें बाहर से बचाता है। ആമേൻ. നമുക്ക് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. इजरायली के इतिहास अगर देखिए तो देखेंगे അവരുടെ ആരംഭം മുതൽ ദൈവം തന്റെ വലം കൈ നീട്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. तो शुरुआत से उनकी परमेश्वर अपना दाहिना हाथ बढ़ाकर बचाते हुए देखते हैं। അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. इसीलिए दाऊद जो है प्रार्थना करता है, ആമേൻ. ആഴത്തിൽ നിലവിളിച്ചപ്പോൾ നിന്റെ വലം കരം നീട്ടി നീ എന്നെ വിടുവിച്ചു. तो जब मैं चिल्ला रहा था गहराई से तब आपने आपका दाहिना हाथ से मुझे बचाया। അതെ, ദൈവത്തിന്റെ വലം കൈ നമ്മെ രക്ഷിക്കുന്നു. तो परमेश्वर का दाहिना हाथ हमें बचाता है। സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ भजन संगीता में जब हम पढ़ते हैं അനേക സ്ഥലങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. कई सारी जगहों में हम ये देखते हैं ദൈവം നമ്മെ തന്റെ വലം കരം നീട്ടി വിടുവിക്കുന്നത്. परमेश्वर अपने दाहिना हाथ से जो है बचाते हैं। 60 സങ്കീർത്തനത്തിൽ 5 വാക്യത്തിലേക്ക് പോകുമ്പോൾ उसका 60 का 5 अगर हम देखेंगे, ആമേൻ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങളെ ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. तो वो कहते हैं कि अपने दाहिने हाथ से बचा और हमारे सुन ले कि तेरे प्रिय छुड़ाए जाए। അതെ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് जो परमेश्वर के प्रिय लोग हैं वो अगर बचाए जाना है, ആമേൻ, ദൈവം തന്റെ വലം കരം നീട്ടുന്നു. परमेश्वर अपना दाहिना हाथ फैलाते हैं। അപ്പൊ നാം പ്രതികൂലത്തിലായിരിക്കുമ്പോൾ, जब हम परेशानी में होते हैं, നാം പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ जब हम परिस्थितियों में फंस जाते हैं, ആമേൻ, ദൈവത്തിന്റെ വലം കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നു. परमेश्वर का दाहिना हाथ हमारे लिए फैलाया जाता है। ഇവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അതാണ്. तो यहाँ पर ऐसे जो है प्रार्थना कर रहे हैं, അതെ, തന്റെ വലം കരം നീട്ടി നമ്മെ രക്ഷിക്കുന്ന ദൈവം. तो अपना दाहिना हाथ फैलाकर जो है बचाने वाले परमेश्वर। ആമേൻ. പത്രോസ് വെള്ളത്തിന്റെ മേൽ നടക്കുവാൻ ആരംഭിച്ചപ്പോൾ पतरस पानी के ऊपर चलने लगा था, അവിടെ കാണുന്ന അവൻ കാറ്റ് കണ്ട് പേടിച്ചു. वहां पर देखते वो हवा देखकर डर गया, അവൻ താണുപോയി. वो नीचे गया। കർത്താവ് തന്റെ വലം കരം നീട്ടി അവനെ തൂക്കിയെടുത്തു. तो परमेश्वर अपना दाहिना हाथ फैलाकर उनको बचाया। അപ്പൊ താണു പോകുന്നവരെ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ വലം കരമാണ്. तो जो नीचे चले जाते हैं उनको बचाने के लिए परमेश्वर का दाहिना हाथ। ആമേ. ശത്രുവിനെ തകർക്കുന്നത് ദൈവത്തിന്റെ വലം കരമാണ്. शत्रु को हराते हैं परमेश्वर का दाहिना हाथ। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. तो इसलिए परमेश्वर के लोग ऐसे प्रार्थना करते हैं, ആമേ. കർത്താവേ, നിന്റെ വലം കരം നീട്ടി എന്നെ വിടുവിക്കണമേ. परमेश्वर अपना दाहिना हाथ फैलाकर हमें बचाइए। ആമേ. ദൈവവചനം അങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്. परमेश्वर का वचन ऐसे हमसे बात करता है। പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ तो लेवी व्यवस्था में अगर देखेंगे तो, निर्गमन में अगर हम देखेंगे तो പ്രൈസ് ദി ലോർഡ്, 15 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കുമ്പോൾ उसका 15 का 8 पढ़ेंगे। അതെ, ദൈവം ആമേൻ തന്റെ ശത്രുക്കളെ തകർത്ത് തന്റെ ജനത്തെ വിടുവിക്കുന്നത് കാണുവാൻ കഴിയും.
वहां पर हम देखते हैं कि शत्रु उसको हराकर जो अपने लोगों को बचाते हुए, നോക്കിയേ, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. और तेरे नयनों की सांस से जल एकत्र हो गया, धाराएं ढेर की नाय थम गई, समुद्र के मध्य में गहरा जल जल गया. ആമേ, ശത്രു ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് പിടിക്കുവാൻ വന്നപ്പോൾ जब शत्रु इस्राएलियों के पीछे आने लगे तब ആമേൻ, ദൈവം തന്റെ ശത്രുക്കളെ ആ കടലിൽ മുക്കി परमेश्वर ने अपने शत्रु को जो है उस समुद्र में डुबाया, ആമേ, തന്റെ ജനത്തെ അവിടെ നിന്ന് രക്ഷിച്ചു. अपने लोगों को वहां से बचाया. അതുകൊണ്ട് ഇവിടെ ആമേൻ അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക. इस कारण ये लोग गाना गा के परमेश्वर को आराधना कर रहे അത് हैं. എന്റെ ബലവും എന്റെ സംഗീതവും യഹോവയാകുന്നു. मेरा बल परमेश्वर है करके, ആമേൻ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. वो मुझे उद्धार करता है. കാരണം ശത്രു അവരെ തകർക്കുവാൻ വന്നപ്പോൾ शत्रु जब उनको हराने आया, അവർ തകർന്നു പോകുമെന്ന് ചിന്തിച്ച സമയത്തിൽ वो हार जाए करके सोचने के समय ആമേൻ, അവിടെ ദൈവം അവരെ വീണ്ടെടുത്തത്. वहां पर परमेश्वर ने उनको बचाया. ദൈവം അവരെ രക്ഷിച്ചത്. परमेश्वर ने उनको बचाया. വചനം പറയുന്നു, ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. वचन कहता है कि फरौन का रथ और उनका सेना को वहां पर समुद्र में डाला है, തന്റെ ജനത്തെ രക്ഷിച്ചു. अपने लोगों को बचाया. 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, उसका 6वां आयत में हम देखते हैं, ആമേ, യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ നിന്റെ ബലം കൈ, ആമേ, വലം കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. और उसका 6वां आयत में कहता है कि यहोवा तेरे दाहिने हाथ शक्ति में महाप्रतापी हुआ है, यहोवा तेरे दाहिने हाथ शत्रु को चकनाचूर कर देता है. അപ്പൊ നോക്കിയ, ദൈവത്തിന്റെ വലം കരം ശത്രുവിനെ തകർക്കുന്നു. तो परमेश्वर का दाहिना हाथ शत्रु को हराता है. ആമേൻ, ദൈവത്തിന്റെ വലം കരം വെളിപ്പെടുമ്പോൾ परमेश्वर का दाहिना हाथ जब प्रकट होता है, ശത്രു തകർക്കപ്പെടുന്നു, ദൈവമക്കൾ രക്ഷിക്കപ്പെടുന്നു. शत्रु नाश होता है, परमेश्वर के लोग बचाए जाते हैं. ദൈവമക്കൾക്ക് വേണ്ടി അത് രക്ഷയായി തീരുമ്പോൾ परमेश्वर के लोगों के लिए वो एक रक्षा होता है. ശത്രുവിന് വേണ്ടി അത് തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. शत्रु के लिए वो नाश करने का अवस्था में അതാ ദൈവത്തിന്റെ വലം കരം. वो है परमेश्वर का दाहिना അപ്പൊ हाथ. ദൈവത്തിന്റെ വലം കരം നമുക്ക് മേൽ നീട്ടുമ്പോൾ तो परमेश्वर का दाहिना हाथ हमारे लिए फैलाया जाता है, ആമേ, നമുക്കത് രക്ഷയായി മാറുന്നു. हमारे लिए रक्षा बनता है. യെഹെസ്കേൽ പറയുന്നത്, ദൈവത്തിന്റെ കരം തന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ यिर्मयाह कहता है जब परमेश्वर का दाहिना हाथ उनके ऊपर जब आता है, ആമേൻ, തന്നെ വിവിധമാകുന്ന നിലകളിൽ ദൈവം കൊണ്ടുപോകുന്നു. अलग अलग स्थानों में वो लेकर जाते हैं, ആ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. अलग अलग कार्य उनको प्रकट करते हैं. അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന്റെ വലം കരം വെളിപ്പെടുമ്പോൾ तो अगर हमारे ऊपर परमेश्वर का दाहिना हाथ आता है, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുവാൻ ആരംഭിക്കും. हमारे जीवन में अलग अलग कार्य होने लगती है. നടക്കാത്ത കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരണം. जो नहीं हुए कार्य होना है तो परमेश्वर की हाथ हमारे ऊपर आना है. ആമേ, അപ്പൊ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ നീട്ടുമ്പോൾ परमेश्वर का हाथ अगर हमारे ऊपर फैलाया, ആമേൻ, അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു. परमेश्वर का कार्य प्रकट होता है, ജനത്തിന് അത് രക്ഷയായി തീരുന്നു. लोगों के लिए वो रक्षा बनता है. ആമേ, ദൈവമക്കൾക്ക് അത് രക്ഷയായി തീരുമ്പോൾ परमेश्वर के लोगों को रक्षा बनने के समय ആമേ, ശത്രുക്കൾക്ക് അത് തകർച്ചയുടെ അവസ്ഥയായി തീരും. शत्रु को वो जो है हराने की अवस्था में होता ആമേ, ശത്രുക്കൾ അവിടെ നശിച്ചു പോകുന്നത് കാണുവാൻ കഴിയും. है. शत्रु वहां पर नाश होते हुए देखते हैं. അപ്പൊ തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കുന്നത് വലം കൈകൊണ്ട്. तो उनके ऊपर भरोसा करने वाले उनको बचाता है वो दाहिना हाथ. അതേ വലം കരം തന്നെ ശത്രുക്കളെ തകർത്ത് കളയുകയും ചെയ്യുന്നു. वही दाहिना हाथ शत्रु को हराता है. ആമേൻ, ഇവിടെ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? यहाँ पर हम ऐसे पढ़ते हैं, യഹോവയുടെ വലം കൈ അത് ബലത്തിൽ മഹത്വപ്പെടുന്നു. परमेश्वर का दाहिना हाथ बल में जो है महिमा कार्य है. ആമേ, യഹോവ തന്റെ വലം കൈ ശത്രുവിനെ തകർത്ത് കളയുന്നു. परमेश्वर का दाहिना हाथ शत्रु को हरा देता है. നോക്കിയേ, തന്റെ എതിരാളികളെ ആമേ തകർത്ത് കളഞ്ഞത്. देखिए अपने विरोधियों को कैसे वो हराता है. ആ ഒന്നുപോലും ഇല്ലാതെ എല്ലാത്തെയും നശിപ്പിച്ചിടണം. एक भी नहीं बचता है, सबको नाश कर देता അത് है. 7-ാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയാണ്. इसलिए 7वां आयत में ऐसा कहता है, നീ എതിരാളികളെ മഹാപ്രഭാതത്താൽ സംഹരിക്കുന്നു, നീ നിന്റെ ക്രോധം അയക്കുന്നു, അത് അവരെ താളടിയെ പോലെ ദഹിപ്പിക്കുന്നു. तो इसलिए हम ये देखते हैं कि वो विरोधियों को अपने महाप्रताप से गिरा देता है और अपना कोप भड़काता है और भूसे की नाई भस्म कर देता है. നോക്കിയേ, അവരെ താളടിയെ പോലെ ദഹിപ്പിക്കുന്നു. तो हम देखते हैं कि भूसे के समान जो है ऐसे भस्म करता है. ശത്രുവിന്റെ സൈന്യമാണ് അവർക്കെതിരായി വന്നത്. पर शत्रु का सेना जो उनके विरुद्ध आया है, ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ എല്ലാത്തെയും തകർന്നു. एक कोई बचाए बिना सबको नाश किया है. എന്നാൽ തന്റെ ജനത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു ദോഷം സംഭവിച്ചില്ല. तो अपने लोगों में एक जन को भी जो है नाश नहीं हुआ. ആമേ, തന്നിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെ പോലും ദൈവം കൈവിട്ടില്ല.
अपने पर भरोसा किए हुए एक जन को भी उन्होंने हाथ नहीं छोड़ा। ആമേൻ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, कई बार हम ऐसे सोचते हैं, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല, हमारे जीवन में ऐसे क्यों नहीं हो रहा, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. हमारी प्रार्थनाओं को उत्तर क्यों नहीं मिल रहा നമ്മൾ है? പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. हम कभी कभार बहुत बोझ में आ നമ്മൾ जाते हैं, ദൈവത്തിൽ ആമേൻ ദൈവത്തോട് പിറുപിറുക്കാറുണ്ട്. हम बड़बड़ाते हैं परमेश्वर की ആ विरुद्ध, ദൈവത്തിന് വിരോധമായി പലപ്പോഴും സംസാരിക്കാറുണ്ട്. विरुद्ध हम कई बार बात करते हैं, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നതെന്ന്. मेरे जीवन में ये हो रहा है। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, परंतु परमेश्वर का वचन कहता है, ദൈവം നമ്മെ ചില ഉദ്ദേശത്തോടെ വിളിക്കുമ്പോൾ, परमेश्वर कुछ उद्देश्य से हमें बुलाने के ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കുമ്പോൾ, कुछ कार्यों के जब हमें इस्तेमाल करते हैं, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ, अगर परमेश्वर कार्य के लिए हम अपने आप को देंगे, ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, उनकी इच्छा के हिसाब से अगर हम समर्पण हो गए, ആമേൻ, ദൈവം നമ്മിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്തെടുക്കും. परमेश्वर हमारे जरिए अद्भुत कार्य करते हैं। മോശയെ ദൈവം വിളിക്കുമ്പോൾ, मूसा को जब परमेश्वर बुलाए, ആമേൻ, മോശ ഒന്നുമില്ലാത്തവനായി നിൽക്കുക. मूसा कुछ भी नहीं था उसके पास, തന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം തീർന്നുപോയി. उनके जीवन में जितना कुछ था सब कुछ खत्म हो गया, താൻ പഠിച്ചതും താൻ ഗ്രഹിച്ചതും എല്ലാം മറന്നുപോയി. जो उन्होंने पढ़ा था, जो उनको पता था, सब कुछ वो भूल गए, താൻ അഭ്യസിച്ച അഭ്യാസ മുറകളെല്ലാം തന്റെ കൈമോശം വന്നുപോയി. जो कुछ चीजें उन्होंने सीखा था वो सब वो भूल गए, ഇപ്പോഴവന് നേരെ സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. उनको भी साफ रीति से बात करने भी नहीं होने वाला अवस्था, അവന്റെ കയ്യിൽ ഒരു ആയുധവുമില്ല. उनके हाथ में कोई हथियार नहीं था, ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വടിയും കോലും മാത്രമേ ഉള്ളൂ. उनके पास बस एक छड़ी है, हम देखते हैं, ആമേൻ. വേറെ ഒന്നും അവന്റെ കയ്യിൽ പറയാനില്ല. और कुछ नहीं था उनके ഒരു पास। സാധാരണക്കാരനായി एक साधारण ആടുകളെ മേയിച്ചുകൊണ്ട് भेड़ों को चलाकर ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോഴാണ് ദൈവം വിളിച്ചത്. जब वो कुछ नहीं था तब परमेश्वर ने उनको पुकारा। എന്നാൽ അവൻ മിസ്രയീമിലായിരുന്നപ്പോൾ तो जब वो मिस्र में था, അവന് എല്ലാ അധികാരവും ഉണ്ടായിരുന്നു. सारा अधिकार उनके पास था, അവന് നല്ല വാക് സാമർത്ഥ്യം ഉണ്ടായിരുന്നു. उनको जो अच्छा बोली बोलने की शक्ति था, അവന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. उनको सारा सुख विलास था। അപ്പോഴല്ല ദൈവം അവനെ വിളിച്ചത്. तब परमेश्वर ने नहीं बुलाया, അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്. जब उनके पास कुछ नहीं था। അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. कई बार हमारा जीवन भी ऐसा അത് है, നമ്മെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, हमसे कुछ नहीं होगा करके हम सोचने के समय, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, हमारे हाथ में कुछ नहीं करके सोचने के നാം समय, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ परमेश्वर के हाथ में अपने को देंगे, ആമേ ദൈവം നമ്മെ ചിലതെല്ലാം ആക്കി തീർക്കും. परमेश्वर कुछ ना कुछ हमें बनाते हैं। ഒന്നുമില്ലാതിരുന്ന വ്യക്തിയെ जब कुछ नहीं था उस व्यक्ति को ആമേ എല്ലാം ഉള്ളവനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. सब कुछ होने वाला व्यक्ति करके बना देते हैं। ആമേ ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചപ്പോൾ परमेश्वर की इच्छा में जब समर्पण करते हैं, ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. परमेश्वर उसे इस्तेमाल करते हैं। ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ जब उसे इस्तेमाल करना शुरुआत करते അവന്റെ ശത്രുക്കൾ അവനെ ഭയക്കുവാൻ തുടങ്ങി. हैं कि शत्रुओं से डरने लगे। ആമേൻ. ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തി, एक साधारण व्यक्ति, ഒരു ആട്ടിടയനായ വ്യക്തി, एक जो चरवाहा, അവന്റെ സംസാരത്തിനും പ്രവൃത്തിക്കും മാറ്റം വന്നു. उनके बोली और कार्य में बदलाव हुआ, അവന്റെ പ്രവൃത്തികളെല്ലാം മാറിപ്പോയി. उनके सारा कार्य बदल गया। ദൈവം അവനെ തൊട്ടപ്പോൾ, परमेश्वर जब उन्हें छुए, ദൈവത്തിന്റെ വലങ്കരം അവന്റെ കൂടെ ഇരുന്നപ്പോൾ, परमेश्वर का दाहिना हाथ जब उनके साथ था, അവനെ കാണുന്നവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചു. उनको देखने वाले तो अद्भुत हो गए, देखकर आश्चर्य हो गए थे। हम देखते हैं നമ്മുടെ ജീവിതത്തിലും ആ ദൈവകരം വെളിപ്പെട്ടാൽ हमारे जीवन में भी वो परमेश्वर का हाथ जब आता है, നമ്മെ കാണുന്നവർ അത്ഭുതപ്പെടും. हमें देखने वाले आश्चर्य होते हैं, അതെ, നമ്മെ കാണുന്നവർ അത്ഭുതപ്പെടും. हमें देखने वाले आश्चर्य होते हैं। നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. हमारे जीवन में परमेश्वर का कार्य होने लगता അത് है। ദൈവഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ സംഭവിക്കൂ. जब परमेश्वर की इच्छा के लिए अपने आप को देंगे तभी होता है। അതെ, ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ अगर पूरी तरीके से अपने आप को परमेश्वर की इच्छा में देंगे तो ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ തുടങ്ങും. परमेश्वर हमें इस्तेमाल करना शुरुआत എന്നാൽ करता है। പലപ്പോഴും നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കാറുണ്ട്. परंतु कई बार अपने आप को पूरी तरीके से नहीं ആ देते हैं। കർത്താവ് പറഞ്ഞത് നീ പൂർണ്ണമായി സമർപ്പിക്കാനാ പറഞ്ഞു. परमेश्वर कहते हैं कि अपने आप को पूरी तरीके से दो, പക്ഷെ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കാതെ വരുമ്പോൾ परंतु जब पूरी तरीके से अपने आप को नहीं देते हैं, ദൈവത്തിന് നമ്മിൽ പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. परमेश्वर पूरी तरीके से कार्य नहीं करता। ദൈവം നമ്മിൽ പൂർണ്ണമായി സമർപ്പിക്കണമെങ്കിൽ अगर अपने आप को पूरी तरीके से देना है तो ദൈവ വചനം പറയുന്നത് परमेश्वर का वचन कहता है ദൈവത്തിൽ ആശ്രയിക്ക, परमेश्वर पे आश्रय रखो, സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന്. अपने बुद्धि में नहीं बढ़ने के लिए, ആമേ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നടക്കേണ്ടത്. अपनी इच्छा के समान नहीं बनना। ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ परमेश्वर के हाथ में अगर देंगे പിന്നെ നടത്തുന്നത് ദൈവമാണ്. तो चलाने वाले പിന്നെ परमेश्वर, ദൈവം പറയുന്നത് പോലെ മാത്രം പ്രവർത്തിച്ചാൽ മതി. सिर्फ परमेश्वर ऐसा कहते वैसे चलना है। മോശ ആദ്യം ഒഴിഞ്ഞു മാറാൻ ഇടയായി തീർന്നു. मूसा जो है पहले हटने लगा था, എന്നാൽ ആമേൻ മോശ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ जब मूसा ने परमेश्वर के हाथ में अपने आप को दिया, ആമേൻ മോശയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. मूसा का जीवन में बदलाव होने लगा। ആമേൻ മോശ ഒരു പ്രത്യേക വ്യക്തിയായി മാറാൻ തുടങ്ങി. मूसा एक अलग एक व्यक्ति बनने लगा। ഇന്നലെ വരെ കണ്ട മോശയല്ല,
अब तक देखा हो मूसा नहीं, ആമേൻ. ഇന്ന് മുതൽ മോശ മാറിക്കഴിഞ്ഞു. आज से मूसा बदल चुका है, കാരണം അവൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. क्योंकि परमेश्वर के हाथ में उसने समर्पित, ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. परमेश्वर उसे इस्तेमाल करने लगे। ഇപ്പൊ മോശയല്ല പ്രവർത്തിക്കുന്നത്, अभी मूसा नहीं कार्य कर रहा, മോശയിൽ കൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. मूसा के जरिए परमेश्वर कार्य कर रहा है। എന്തുകൊണ്ടെന്നറിയാമോ? ऐसा क्यों है पता है? മോശ ദൈവകരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. कि मूसा ने अपने आप को परमेश्वर के हाथ में दिया। അവന്റെ കഴിവില്ലായ്മ, उनका जो नहीं कार्य कर सकते, അവന്റെ ഉള്ള അവസ്ഥ उनका जो अवस्था, എല്ലാം അവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. सब कुछ परमेश्वर के हाथ में दिए। മോശ ദൈവത്തോട് ചോദിച്ചത് എന്തെന്നറിയാമോ? मूसा ने परमेश्वर से क्या पूछा पता है? എന്റെ വിക്കൊന്ന് മാറ്റി തരണമെന്ന്. मैं जो हकलाता हूँ वो हटाइए, എന്റെ സംസാരം ഒന്ന് നന്നായി കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന്. मेरा बोली थोड़ा अच्छा हुआ तो अच्छा है। ദൈവം പറഞ്ഞു, നിന്റെ വിക്കല്ല മാറ്റാൻ പോകുന്നത്, तुम जो हकलाते वो हटाना नहीं है, നിന്റെ परमेश्वर ത്വക്ക ഞാൻ മാറ്റാൻ പോകുന്നത്. वो തൊലി, जो चमड़ा है हटाएगा। ആമേൻ. അവന്റെ വിക്കിനെ ദൈവം മാറ്റിയില്ല. उनका हकलाना नहीं हटाया। നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാ, हम कभी कभार ऐसे सोचते हैं, എന്റെ വിക്കൊന്ന് മാറിയെങ്കിലും ഞാനൊന്ന് നന്നായേനെ. मैं जो हकलाता हूँ अगर हट जाएगा तो अच्छा है, അത് നിന്റെ വിക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ, हमारा हकलाना वही रहे, നിന്റെ ആ അവസ്ഥ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. अवस्था वैसी रहे, പക്ഷെ ഞാൻ വേറൊന്നാ ചെയ്യാൻ പോകുന്നത്. परंतु कुछ और भी करने वाला ഞാൻ हूँ, പുതുതായിട്ടൊന്ന് ചെയ്യാൻ പോകുക. मैं कुछ नया करने वाला हूँ। നോക്കി, അവൻ പ്രാർത്ഥിച്ചത് അവന്റെ വിക്ക് മാറ്റാനാ. उसने प्रार्थना की अपना हकलाना जो പക്ഷെ हटाने, ദൈവം അവന്റെ വിക്ക് മാറ്റിയില്ല. परंतु वो नहीं हटाए, ആമേൻ. ദൈവം അവനെ മാറ്റി. परमेश्वर उनको बदल दिया, അവന്റെ ആമേൻ ത്വക്കിനെ മാറ്റി. उनका जो चमड़ा बदल दिया, ആമേൻ. അപ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. तो परमेश्वर का कार्य प्रकट होने അപ്പൊ लगा। ചില കാര്യങ്ങൾ നമ്മൾ ദൈവസേനയിൽ വെക്കുമ്പോൾ तो कुछ कार्य जब परमेश्वर की सन्निधि में हम रखते हैं, ദൈവം അതല്ല പ്രവർത്തിക്കുന്നത്, അതിനപ്പുറമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. परमेश्वर वो कार्य नहीं करते, उसके बढ़कर कार्य करते हैं, കാരണം അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. क्योंकि वो वहीं पर ऐसी रहे। അത് മാറ്റിക്കഴിഞ്ഞാൽ ചില വേറെ ചില പ്രശ്നങ്ങൾ നടക്കും. अगर वो हटाएगा तो कुछ और परेशानी आएगी, കാരണം അപ്പോസ്തലൻ പൗലോസ് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. क्योंकि प्रेरित पौलुस ऐसा प्रार्थना करता है। നമുക്കറിയാം, അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. हमें पता है वो 3 बार प्रार्थना करता അപ്പൊ ദൈവം പറഞ്ഞ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. है, तो परमेश्वर ने कहा वो वहीं पर रहने दो, ആമേൻ. എന്റെ കൃപ നിനക്ക് മതി. मेरा कृपा तुम्हारे लिए काफी है, അത് എന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ട്. मेरा अनुग्रह तुम्हारे साथ है। അത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ വേറെ പ്രശ്നം നടക്കും. अगर वो हट जाएगा तो कुछ और परेशानी। അതുകൊണ്ട് പൗലോസ് പറയുന്നത്, इसलिए पौलुस कहता है, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാ അതെനിക്ക് തന്നിട്ടുള്ളത്. तो मैं अंधेरा नहीं होने के लिए वो परमेश्वर ने दिया। അപ്പൊ ചിലത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അകന്നു പോകും. तो कुछ चीज हटाने के समय हम परमेश्वर से दूर चले जाते हैं। അത് ചില വിഷയങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിഗളിച്ചു പോകും. तो अगर कुछ चीजें जो है बदल जाती तब हम जो है दूर चले जाते പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. हैं, परंतु परमेश्वर वो नहीं നാം चाहते। ദൈവത്തോട് കൂടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर करीब होना करके चाहते हैं, നാം ദൈവത്തോട് കൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. हम उनके साथ जो चलना वो चाहते हैं। അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. इसलिए कुछ कार्य जो है परमेश्वर करते हैं। എന്തിനെന്നറിയാമോ? क्यों पता है? നമ്മൾ അധികം ദൈവത്തെ വിളിക്കാനാ, ताकि हम और परमेश्वर को बुलाएं, നമ്മൾ अധികം ദൈവത്തോട് പ്രാർത്ഥിക്കാനാ. हम ज्यादा प्रार्थना करें। കാരണം ചില വിഷയങ്ങൾ അങ്ങനെയാണ്. क्योंकि कुछ चीजें ऐसी है, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ हमारे जीवन में जब कुछ चीजें आती നമ്മൾ हैं, അധികം ദൈവത്തെ വിളിക്കും. हम ज्यादा परमेश्वर को पुकारते हैं। അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? क्या ऐसा नहीं होता है? അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ചോദിച്ചേ, नहीं तो इजरायलियों को पूछिए, അവർക്ക് ആഹാരമില്ലാത്ത സമയത്ത് മോശയുടെ അടുക്കൽ വന്ന് ഭയങ്കര ബഹളം വെച്ചു. जब उनको भोजन नहीं था मूसा के पास आके बहुत चिल्ला रहे थे। ആഹാരം കിട്ടിയപ്പോൾ വായടച്ചു മിണ്ടാതിരിക്കുക. भोजन मिलने के बाद मुंह बंद करके बैठे थे, വെള്ളത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കി. पानी के लिए वो चिल्ला रहे थे, വെള്ളം കിട്ടിയപ്പോൾ മതിയായി. पानी मिला तो बस। ഓരോ കാര്യങ്ങളുടെ ആവശ്യം വരുമ്പോൾ മാത്രം അവർ നിലവിളിക്കുന്നു. तो जब कुछ कुछ आवश्यक होती है चीजें तब वो चिल्लाते हैं। പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? कई बार हमारे जीवन में भी ऐसी होता है, ചില വിഷയങ്ങൾ വരുമ്പോൾ അധികം പ്രാർത്ഥിക്കും. कुछ चीजें आने से हम ज्यादा प्रार्थना ആ करते हैं। വിഷയം സോൾവ് ആകുമ്പോൾ പിന്നെ പ്രാർത്ഥനയില്ല. वो चीज का समाधान होता है तो फिर प्रार्थना नहीं, പിന്നെ പ്രശ്നം വരുമ്പോൾ അധികം പ്രാർത്ഥിക്കും. फिर परेशानी आती है और प्रार्थना करते हैं, ഉപവസിക്കും. उपवास करते हैं, ആമേൻ. ദൈവസേനയിൽ നിലവിളിക്കും. परमेश्वर के सन्निधि में चिल्लाते हैं, ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ശാന്തമാകും. मिलने के बाद शांत हो जाते हैं। ദൈവം അതല്ലേ ആഗ്രഹിക്കുന്നത്. परमेश्वर ये नहीं चाहते, നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് കൂടെ നടക്കണം. तो हर एक दिन परमेश्वर के साथ चलना है। ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുന്നു, आज ज्यादा प्रार्थना करते നാളെ കുറച്ച് പ്രാർത്ഥിക്കുന്നു. हैं, कल कम करते हैं, അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ऐसे नहीं चाहते ഓരോ परमेश्वर। ദിവസവും അത് വർദ്ധിക്കണമെന്നാണ് ദൈവം പറയുന്നത്. हर एक दिन जो बढ़ने के लिए परमेश्वर चाहते हैं, ഇന്നലത്തെക്കാൾ ഇന്ന് കുറച്ചുകൂടെ അധികം പ്രാർത്ഥിക്കണമെന്ന്. कल से ज्यादा आज प्रार्थना करना है, ഇന്നലത്തെക്കാളും ഇന്ന് കുറച്ചുകൂടെ അധികം സ്നേഹിക്കണമെന്ന്. कल से ज्यादा आज प्रेम करना है, ഇന്നലത്തെക്കാളും ഇന്ന് കുറച്ചുകൂടെ ദൈവത്തോട് ചേർന്ന് നടക്കണമെന്ന്. कल से ज्यादा आज परमेश्वर से निकट चलना है। അങ്ങനെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ऐसे परमेश्वर चाहते हैं। അബ്രഹാം അങ്ങനെ നടന്നു. अब्राहम वैसे चला, അബ്രഹാം അങ്ങനെ ചെയ്തു. उन्होंने वैसे किया, അവന്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി. उनके जीवन में अनुग्रह प्राप्त किया। അങ്ങനെയെങ്കിൽ നമുക്കും കുറച്ചുകൂടെ അടുക്കാം.
ऐसा है तो हम भी थोड़ा करीब आते നമ്മൾ हैं, പിന്നിലോട്ടല്ല പോകേണ്ടത്, पीछे नहीं जाना है, മുന്നിലോട്ടാ പോകേണ്ടത്. आगे जाना है. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകും തോറും तो जब हम आगे जाते हैं ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കും. परमेश्वर हमें और अनुग्रह देते हैं. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, मैं ऐसे कहता हूँ, ഈ കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. तो बैलगाड़ी जो है उसको पीछे का गियर नहीं है, അത് എപ്പോഴും മുൻപോട്ട് മാത്രമേ പോകത്തുള്ളൂ. वो हमेशा आगे ही जाते रहते हैं. പക്ഷെ നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഉണ്ട്. परंतु हमारी गाड़ी को रिवर्स गियर है, അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പിന്നിലോട്ട് പോകാറുണ്ട്. जैसे कई बार हम पीछे जाते हैं, എന്നാൽ പിന്നിലോട്ടല്ല പോകേണ്ടത്, परंतु पीछे नहीं जाना है, മുന്നോട്ടാ പോകേണ്ടത്. आगे जाना है. ആ ലക്ഷ്യത്തിലേക്കാ ഓടേണ്ടത്. लक्ष्य की तरफ भागना है. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. हमारा लक्ष्य जो है दूसरा नहीं जाना ഈ चाहिए. ലോകത്തിലെ ചില നന്മകൾ ലഭിക്കുമ്പോൾ, जब इस दुनिया में हमें कुछ अच्छाई मिलती है, അല്ലെങ്കിൽ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ कोई प्रार्थना का जब उत्तर मिलता है, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. हमारे लक्ष्य बदलना नहीं है. നമ്മുടെ ഓട്ടത്തിന്റെ സ്ഥിരത കുറയരുത്. हमारा जो भाग जो रहा है वो कम नहीं होना चाहिए. ആമേൻ. അത് പിന്നിലോട്ട് ഒരിക്കലും ആയി തീരരുത്. वो पीछे कभी जाना नहीं അത് चाहिए. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ जब पीछे जाता है വലിയ അപകടമാണ്. बहुत जो है परेशानी है. ആമേൻ. ശത്രു അത് ആഗ്രഹിക്കുന്നത്. शत्रु ऐसे चाहता है, എന്നാൽ നമ്മെ മുന്നോട്ട് നടത്തുവാൻ परंतु हमें आगे बढ़ाने के लिए ദൈവത്തിന്റെ വലം കരമുള്ളപ്പോൾ, परमेश्वर का दाहिना हाथ है. तो പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. प्रिय लोग, हमें डरने की आवश्यकता नहीं, കാരണം അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. क्योंकि वो हमें चलाने वाला അവൻ परमेश्वर, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. अनुग्रह देने वाले परमेश्वर, അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ്. चलाने वाले परमेश्वर. അതാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. इसलिए यहाँ पर हम देखते हैं प्रार्थना में തന്നെ ശരണമാക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവം. अपने आप को जो है भरोसा करने वाले परमेश्वर बचाते हैं. അപ്പോ ദൈവത്തെ ശരണമാക്കിയാൽ ദൈവം രക്ഷിക്കും. तो परमेश्वर के जो शरणागत बनाते हैं वो जो बचाए जाते हैं. നിന്റെ പരിസ്ഥിതി എന്ത് തന്നെ ആയാലും आपका जो भी परिस्थिति हो ദൈവം രക്ഷിക്കും. परमेश्वर बचाते हैं. കാരണം എന്തെന്നറിയാമോ? कारण क्या है पता है? ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है, യെശയ്യാവിന്റെ പുസ്തകം यशायाह का किताब 40-ാം അധ്യായം 40 का, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, परमेश्वर का वचन ऐसे कहता है, ആമേൻ. ദൈവം നമ്മെ രക്ഷിക്കുന്നു. परमेश्वर हमें बचाता है. എങ്ങനെ രക്ഷിക്കുന്നത്? कैसे बचाता है? യെശയ്യാവ് 41:10. यशायाह किताब उसका 41 का 10. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇങ്ങനെ പറയുന്നു, परमेश्वर ऐसे कहते हैं, ഞാൻ നിന്നോട് കൂടെയുണ്ട്, मैं तुम्हारे साथ हूँ, നീ ഭ്രമിച്ചു നോക്കേണ്ട, तुम डरो मत, ഞാൻ നിന്റെ ദൈവമാകുന്നു, मैं तुम्हारा परमेश्वर हूँ, ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुम्हें शक्ति दूंगा, ഞാൻ നിന്നെ സഹായിക്കും, मैं तुम्हें मदद करूंगा, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. मेरे धर्मी दाहिने हाथ से मैं तुम्हें संभालूंगा. നോക്കിയ ദൈവത്തിന്റെ നീതിയുള്ള വലം കരം परमेश्वर का धर्मी को दाहिना हाथ, അത് എന്താ ചെയ്യുന്നത്? वो क्या करता है? നമ്മെ ശക്തീകരിക്കുന്ന. वो हमें शक्ति देता നാം है. ക്ഷീണിച്ചു പോകുമ്പോൾ, हम जब थक जाते हैं, നാം ബലഹീനരായി തീരുമ്പോൾ, हम जब और थक जाते हैं, ആമേ നമ്മെ ശക്തീകരിക്കുന്ന കരം. हमें जो है शक्ति देने वाला हाथ. പലപ്പോഴും നാം ബലഹീനരായി തീരാറുണ്ട്. कभी कभार हम जो है बल नहीं होता ചില है. വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, कुछ चीजें जब हमारे जीवन में आती है, ആമേ നമ്മൾ ഭ്രമിച്ചു പോകാറുണ്ട്. हम डर जाते हैं, ആമേ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട്. हम जो है डर जाते हैं, ആമേ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കാറുണ്ട്. हम कुछ नहीं कर सकते करके हम सोचते हैं. കർത്താവ് പറയുന്നു, परमेश्वर कहता है, ഞാൻ നിന്നോട് കൂടെയുണ്ട്, मैं तुम्हारे साथ हूँ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तुम्हारे साथ हूँ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനേകർ ഇതുപോലെ വാഗ്ദത്തം നൽകും. इस दुनिया में कई सारे जन ऐसे वादा देंगे, എന്ത് പ്രശ്നം വന്നാലും നീ എന്നെ ഒന്ന് വിളിച്ചാ മതി. चाहे कुछ भी परेशानी हो मुझे बस बुलाइएगा, നീ ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ ഉടനെ എത്തിക്കോളാം. मुझे बस कॉल कर दीजिए, तुरंत आ जाऊंगा. പക്ഷേ സമയത്ത് ചിലപ്പോൾ അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. परंतु सही समय पे वहां नहीं पाओगे. ചിലപ്പോൾ അവരുടെ കുഴപ്പമായിരിക്കത്തില്ല, उनकी गलती नहीं होगी, സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിത്തീരാം. जो परिस्थिति हो सकता है वैसा है. പക്ഷെ നമ്മുടെ ദൈവം പറയുന്നത്, परंतु परमेश्वर कहते നീ हैं, ഏത് സമയത്ത് വിളിച്ചാൽ, तुम कौन से भी समय मुझे बुलाओगे, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ, तुम्हारे परेशानियों के बीच में, നിന്റെ പ്രതിസന്ധിയുടെ മധ്യേ परिस्थितियों के बीच में നീ എന്നെ വിളിച്ചപേക്ഷിക്കും. मुझे बुलाओ. അതാ പറഞ്ഞ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും. इसलिए कहा जा रहा है कष्ट समय में मुझे बुलाओ. നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ പലരെയും വിളിക്കാറുണ്ട്. हमारे कष्ट समय में हम कई सारे जन को बुलाते हैं, എന്നാൽ എല്ലാവരും നമുക്ക് മറുപടി തന്നൊന്നും വരത്തില്ല. परंतु हर एक जन हमें उत्तर देंगे करके नहीं, പക്ഷെ നമുക്ക് മറുപടി നൽകുന്ന ഒരു വ്യക്തിയുണ്ട്. परंतु हमें उत्तर देने वाले एक व्यक्ति, അത് ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. वो कौन से भी समय बुलाएंगे तो मिलते हैं, ഏത് അസമയത്ത് വിളിച്ചാലും കിട്ടും. तो कौन से भी समय हमको बुलाएंगे मिलते हैं. കാരണം ദൈവത്തിന്റെ ഫോൺ ഒരിക്കലും സൈലന്റ് ആകത്തില്ല. क्योंकि परमेश्वर का फोन कभी साइलेंट नहीं होता. നമ്മുടെയൊക്കെ ഫോൺ മിക്കവാറും സൈലന്റ് ആവും. हमारा फोन जो है बहुत समय साइलेंट में रहता എന്നാൽ है, ദൈവത്തിന്റെ ഫോൺ ഒരിക്കലും സൈലന്റ് ആകത്തില്ല. परमेश्वर का जो फोन है वो कभी साइलेंट में नहीं അതുകൊണ്ട് रहता. ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. इसलिए कौन से भी समय बुलाएंगे तो मिलेगा. അതെ, നമ്മൾ പലപ്പോഴും പറയും, ഇത് അസമയമാണല്ലോ, എങ്ങനെ വിളിക്കുന്നതാ?
हम कई बार कहते हैं कि ये गलत समय में कैसे बुलाओ। ചിലപ്പോൾ ആ വ്യക്തി യാത്രയിലാണെങ്കിലോ, हो सकता है व्यक्ति यात्रा में हो ചിലപ്പോൾ വേറെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലോ सकता है कुछ और कार्य में हो, നമ്മൾ വിളിക്കാറില്ല. हम बुलाते नहीं है। എന്നാൽ ദൈവവചനം പറയുന്നത് परमेश्वर का वचन ऐसा कहता है, ദൈവത്തെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. परमेश्वर कोई भी समय बुलाएगा तो मिलता है। ഇന്നലെ രാത്രി ഒരു വിഷയം ഉണ്ടായി. कल जो ऐसा एक हुआ कार्य, എനിക്ക് ഒരു വ്യക്തിയെ വിളിക്കണമായിരുന്നു. मुझे एक व्यक्ति को बुलाना था, അപ്പൊ ഞാൻ വിചാരിച്ചു ആ വ്യക്തി ഇപ്പൊ മീറ്റിംഗിലാണെങ്കിൽ വിളിച്ചാൽ ഡിസ്റ്റർബ് ആവും. तो मैंने सोचा वो व्यक्ति अगर मीटिंग में होगा तो बुला होगा तो उनको डिस्टर्ब होगा। ഞാനൊരു മെസ്സേജ് ഇട്ടു, ഫ്രീ ആകുമ്പോ എന്നെ ഒന്ന് വിളിക്കുക. तो मैंने एक मैसेज किया कि अगर फ्री हो गए तो मुझे बुलाना। ഒരു അരമണിക്കൂർ ആയില്ല, അതിനു മുമ്പ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. तो आधा घंटा भी नहीं हुआ, उन्होंने मुझे फिर से बुलाया। പ്രീസലോട്, കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് മെസ്സേജ് വന്നത്. तो उनको समझ में आ गया कि कुछ तो जरूरी बात थी, इसलिए मैसेज किया। നോക്കിയേ, ചില സമയങ്ങളിൽ അങ്ങനെയാ. देखिए कुछ समय ऐसा है, എന്നാൽ ദൈവം ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ അടുക്കലുണ്ട്. परंतु परमेश्वर कौन से भी समय बुलाएंगे तो हमारे करीब होता है। നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. हमें बस पुकारना है, നമ്മളൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ മാത്രം മതി. बस कुछ आवाज देना है, ഓടി അടുത്ത് വരുന്ന ദൈവം, भाग कर हमारे करीब आने वाले, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം, हमें जो है बचाने वाले, നമ്മെ രക്ഷിക്കുന്ന ദൈവം. हमें बचाने वाले। അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്, इसलिए यशायाह ऐसा कहता है, ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तुम्हारे साथ हूँ। ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. यशायाह को परमेश्वर कहता है, मैं तुम्हारे साथ हूँ, നീ ഭ്രമിച്ചു നോക്കേണ്ട, तुम डरो मत, ഞാൻ നിന്റെ ദൈവമാകുന്നു. मैं तुम्हारा परमेश्वर हूँ। നോക്കിയ ദൈവം പറയുന്നു, നോക്കിയേ, ഞാൻ നിന്റെ ദൈവമാണ്. वो कहते हैं कि मैं तुम्हारा परमेश्वर हूँ। ഒരു കുഞ്ഞ് തന്റെ പിതാവിനെ നോക്കി പറയുന്നത് പോലെ, एक बच्चा अपने पिता को देखकर कहने के समय, അല്ലെങ്കിൽ പിതാവ് തന്റെ മകനോട് പറയുന്നത് പോലെ, पिता अपने बेटे को कहने के നീ समय, എന്റെ മകനാ, तुम मेरे बेटे हो, നിന്റെ കൂടെ ഞാനുണ്ട്. तुम्हारे साथ मैं हूँ। അങ്ങനെയെങ്കിൽ ആ മകൻ ഒരിക്കലും ഭയപ്പെടില്ല. ऐसा है तो वो बेटा कभी नहीं डरेगा। ആ പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ആ മകൻ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. पिता उनके साथ है तो उन्हें डरने की आवश्यकता नहीं। ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. मेरे जीवन में ऐसे कुछ बातें हुई है। ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ जब मैं बाइक चलाकर जाता था, എന്റെ മക്കൾ എന്റെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പേടിയില്ല. तो मेरे बच्चे जब मेरे पीछे बैठे रहते उनको डर नहीं होता। എത്ര സ്പീഡ് പോയാലും പ്രശ്നമില്ല. कितना भी स्पीड में जाएगा उनको परेशानी नहीं। ഒരിക്കലും ഒരു അങ്കിൾ എന്റെ ബൈക്കിൽ കയറി. तो एक अंकल मेरे बाइक में बैठे थे, അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പേടിയാവുന്നു, ഞാൻ ഇനി കയറത്തില്ല. उन्होंने कहा पास्टर मुझे डर लग रहा है, मैं और नहीं चलूंगा। കാരണം അദ്ദേഹത്തിന് അത്ര വിശ്വാസമേ ഉള്ളൂ. क्योंकि उनको विश्वास उतना ही है। പക്ഷെ എന്റെ മക്കളാണെങ്കിൽ परंतु अगर मेरे बच्चे हैं, എത്ര സ്പീഡ് പോയാലും എങ്ങനെ പോയാലും അവർക്ക് പേടിയില്ല. कितना भी स्पीड में जाए, कैसे भी जाए, उनको डर नहीं है। കാരണം അവർക്കറിയാം, क्योंकि वे जानते हैं, ഞാൻ ഇരിക്കുന്നത് പപ്പയോട് കൂടെയാ. उनको पता है कि मैं बैठा हूँ पप्पा के साथ। എന്റെ പിതാവ് എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് പേടിക്കണ്ട. मेरे पिता मेरे साथ है तो मुझे डरने की എന്റെ आवश्यकता नहीं। പിതാവ് എന്നെ വഴിയിൽ തള്ളിയിടത്തില്ല. मेरे पिता मुझे बीच में नहीं जो है डालेंगे। ഒരു ഉറപ്പ് മക്കൾക്കുണ്ട്. ये एक जो उनको पता है। ഇവിടെയും പിതാവ് നമ്മോട് പറയുന്നു, तो यहाँ पर पिता ऐसा कहते हैं, ഞാൻ നിന്റെ ദൈവമാകുന്നു, मैं तुम्हारा परमेश्वर हूँ, ഞാൻ നിന്നെ ശക്തീകരിക്കും. मैं तुम्हें शक्ति दूंगा, ഞാൻ നിന്നെ ശക്തീകരിക്കും. मैं तुम्हें शक्ति दूंगा। നീ ക്ഷീണിച്ചിരിക്കുന്നു, तुम थक गए हो, നീ ബലമില്ലാതിരിക്കുന്നു, तुम बल के बिना हो, ഞാൻ നിന്നെ ശക്തീകരിക്കും. मैं तुम्हें शक्ति दूंगा। നിന്റെ ബലഹീനതയെ മാറ്റി तुम्हारा जो परेशानियों से हटाएंगे, നിന്നെ ഞാൻ ശക്തീകരിക്കും. मैं तुम्हें शक्ति दूंगा। അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, इसलिए पौलुस ऐसा कहता है, ദൈവം എന്നോട് പറഞ്ഞു, परमेश्वर ने मुझसे कहा, ഞാൻ നിന്നെ ശക്തീകരിക്കാം. मैं तुम्हें शक्ति दूंगा। അതുകൊണ്ട് അവൻ ഉറപ്പോടെ നിന്നു. इसलिए वो वहां पर खड़े थे। ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ जब कुछ परिस्थिति उनके जीवन में आए, പൗലോസ് ഭയപ്പെടേണ്ട अनेक സാഹചര്യങ്ങൾ വന്നു. पौलुस डरने का कई सारा अवस्था आया था। ദൈവം അവനോട് പറഞ്ഞു, परमेश्वर ने उनसे कहा, നീ പേടിക്കണ്ട, तुम डरो मत, ഇവിടെ നീ എന്റെ വചനം പ്രസംഗിക്കേണ്ടതാകുന്നു. यहाँ पर तुम्हें मेरा जो वचन देना है, ഇവിടെ അനേകരോട് നീ എന്റെ വചനം സംസാരിക്കണം. यहाँ पर कई सारे जन को मेरा वचन देना है, അതുകൊണ്ട് നീ പേടിക്കണ്ട, इसलिए तुम डरो നീ मत, ധൈര്യമായിരിക്കും. तुम धैर्य रखो। അതുകൊണ്ട് പൗലോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, इसलिए पौलुस कई बार कहता है, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ എന്നോട് പറഞ്ഞു. जो मैं सेवा करता हूँ यहोवा ने मुझसे कहा है, ഞാൻ അത് വിശ്വസിക്കുന്നു. मैं वो विश्वास करता हूँ। നമുക്ക് ഉറപ്പുണ്ടോ? क्या हम ये जानते हैं, എന്നോട് ദൈവമാണ് പറഞ്ഞത്, परमेश्वर ने मुझसे कहा है, എന്റെ ദൈവമാണ് എന്നോട് പറഞ്ഞത്. मेरे परमेश्वर ने मुझसे कहा है, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. इसलिए डरने की आवश्यकता नहीं। അവൻ എന്നെ ശക്തീകരിക്കും, वो मुझे शक्ति देंगे, അവൻ എനിക്ക് ബലം തരും. वो मुझे बल देंगे। മാത്രമല്ല അവൻ എന്നെ സഹായിക്കും. सिर्फ वही नहीं, मुझे मदद ഇവിടെ करेंगे। ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. तो परमेश्वर कहते हैं यहाँ पे, मैं तुम्हें मदद करूंगा। നമ്മുടെ ആവശ്യങ്ങളിൽ പലരും സഹായഹസ്തങ്ങളുമായി വരും. हमारे जो अवस्था में कई सारे मदद मांग कर आएंगे। അനേകർ പറയാറുണ്ട് സഹായിക്കാമെന്ന്. कई सारे जन कहते हैं कि मदद करेंगे, ചിലപ്പോ സാഹചര്യം അവരെ കൊണ്ടത് ചെയ്യിക്കത്തില്ല. हो सकता है उनका अवस्था उनको वो करने नहीं देता, എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, परंतु यहाँ पर परमेश्वर कहते हैं, ഞാൻ നിന്നെ സഹായിക്കാം.
मैं तुम्हें मदद करूंगा, അത് ഞാൻ നിന്നെ സഹായിക്കാം. मैं तुम्हें मदद करूंगा। വേറെ ആരാ ഇതുപോലെ പറയാനുള്ളത്? ऐसा कौन बोल सकता है? വേറെ ആരാ ഇതുപോലെ ചെയ്യാനുള്ളത്? कोई ऐसा कैसे कर सकता है? ആമേൻ, ഞാൻ നിന്നെ സഹായിക്കാം. मैं तुम्हें मदद करूंगा, അത് എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. मेरा धर्ममय हाथ से मैं तुम्हें बचाऊंगा, നീ വീണു പോകാതെ ഞാൻ നിന്നെ വഹിച്ചുകൊള്ളും. तुम नहीं गिरेंगे उस समान में तुम्हें നീ पकड़ूंगा, തകർന്നു പോകാതെ ഞാൻ നിന്നെ വഹിച്ചുകൊള്ളും. तुम नाश नहीं होने की रीति से मैं तुम्हें बचाऊंगा। അതുകൊണ്ട് യെശയ്യാവ് പറയുന്നത്, इसलिए यशायाह कहता है അവൻ നമ്മെ തന്റെ കരങ്ങളിൽ വരച്ചിരിക്കുക. वो अपने हाथों में जो हमें बचाता है, അവൻ തന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചുകൊണ്ട് നടക്കുക. वो अपने हाथ में मुझे हमें लेकर जाता है, നാം വീണു പോകാതെ हम नहीं गिरने के लिए, തകർന്നു പോകാതെ नहीं हारने के लिए, നമ്മെ നടത്തുന്ന ദൈവം. हमें चलाने वाले परमेश्वर। നാം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കും കാലം हम परमेश्वर के हाथों में रहने के समय ആമേൻ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. हमें डरने की कोई आवश्यकता नहीं है। ആമേൻ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കും കാലം परमेश्वर के हाथों में रहने के समय तक ഒരു ശത്രു നമ്മെ ഒന്നും ചെയ്യത്തില്ല. कोई शत्रु हमें कुछ नहीं करेगा, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. कोई कुछ नहीं कर सकते, കാരണം നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നത്. क्योंकि हम परमेश्वर के हाथों में है। എന്നാൽ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് മാറിയാൽ तो अगर परमेश्वर के हाथ से हट जाएंगे, ശത്രുവിന് നമ്മെ തകർക്കുവാൻ കഴിയും. शत्रु हमें हरा सकता है। അതുകൊണ്ട് പ്രിയമുള്ളവരെ, इसलिए प्रिय लोग, ആമേൻ ദൈവത്തിന്റെ കരം നമ്മെ താങ്ങി നടത്തും. परमेश्वर का हाथ हमें चलाना है। സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു. भजन संगीता ऐसा कहता है, ആമേൻ 44 സങ്കീർത്തനം. उसका 44 देखेंगे तो ആമേൻ പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ ആമേൻ വിളിച്ചു പറയുന്നത്, भजन संगीता ऐसा कहता है, ആമേൻ ദൈവത്തിന്റെ കരം നമ്മെ വീണ്ടെടുക്കും. परमेश्वर का हाथ जो है हमें बचाता है। ആമേൻ 44 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, 44 का अगर तीसरा आयत देखेंगे, തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, वो तलवार से जो है देश को नहीं पाए हैं, സ്വന്തം ഭുജം കൊണ്ടല്ല, अपने जो है बहाबुल से नहीं, ആമേൻ അവർ ജയം നേടിയത് वो जय प्राप्त किए हैं തന്റെ വലം കൈയും अपने दाहिना हाथ, തന്റെ ഭുജവും अपना जो भुज ആമേൻ നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ और अपने मुख्य प्रसन्न से നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. आप उनको चाहते थे कर। നോക്കിയേ, ദൈവത്തിന്റെ വലം കൈ കൊണ്ട്, परमेश्वर के दाहिने हाथ से, ദൈവത്തിന്റെ ഭുജം കൊണ്ട് परमेश्वर के भुजा से ആമേൻ വിടിവിച്ചു എന്ന് ഇവിടെ ഭക്തൻ വിളിച്ചു പറയുക. उन्होंने उद्धार दिया करके हम देखते हैं। ആമേൻ തങ്ങളുടെ വാൾ കൊണ്ടല്ല ജയം നേടിയത്. अपने तलवार से जो है ആമേൻ അവരുടെ ശക്തി കൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത്. उनके शक्ति से वो अधिकार नहीं प्राप्त किया ആമേൻ है। പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, कई बार हम ऐसे कहते हैं, എന്റെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ നിന്നത്, मेरे प्रार्थना की वजह से मैं അല്ലെങ്കിൽ എന്റെ വിശ്വാസം കൊണ്ടാ ഞാൻ നിന്നത്. मेरे विश्वास के कारण यहाँ पर ഇല്ല പ്രിയമുള്ളവരെ, ദൈവമാണ് നമ്മെ നിർത്തിയത്. नहीं प्रिय लोग, परमेश्वर ने हमें खड़ा किया। നാം നിന്നതല്ല, हम नहीं खड़े, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, हम प्रार्थना किए इसलिए നമ്മൾ नहीं, ഉപവസിച്ചത് കൊണ്ടല്ല. हम उपवास किए इसलिए ഇവിടെ नहीं। വചനം പറയുന്നു, वचन ऐसे कहता है, ദൈവത്തിന് നമ്മോട് പ്രീതി ഉണ്ടായിരുന്നു. परमेश्वर का हमसे प्रीति था, ആമേൻ ദൈവത്തിന് നമ്മോട് പ്രീതി ഉണ്ടായിരുന്നു. परमेश्वर का हमसे प्रीति था, അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവനോടെ നിൽക്കുന്നത്. इसलिए जीवन के साथ हम खड़े हैं। എന്നേ തകർന്നു പോകേണ്ടതാ. ये तो कभी नाश हो जाते हैं। പത്രോസിനോട് യേശു പറഞ്ഞു, पत्रस से यीशु मसीह कहते हैं, പത്രോസേ, നിന്നെ പലപ്പോഴും പാറ്റിക്കളയേണ്ടതിന് ശത്രു വന്ന് അനുവാദം ചോദിച്ചതാ. तुम्हें हराने की कई बार शत्रु आकर मुझे पूछे है, ആമേൻ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. मैं तुम्हारा विश्वास नहीं जाने के तुम्हारे लिए मांगा हूँ। പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ദൈവം ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കും. हमारा विश्वास नहीं जाने के लिए यीशु मसीह हमारे लिए मांग रहे हैं। അതെ, കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. यीशु मसीह हमारे लिए मांग रहे हैं। ആമേൻ. ആ കർത്താവ് നമ്മോട് പറഞ്ഞത്, वो यीशु मसीह ने हमें कहा है, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. दुनिया के अंत तक मैं तुम्हारे साथ रहूंगा, ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुम्हें शक्ति നിന്നെ दूंगा, ബലപ്പെടുത്തും, मैं बल दूंगा, എന്റെ വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. मेरे दाहिने हाथ से मैं तुम्हें बचाऊंगा। ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? आज से अपने आप को परमेश्वर के हाथ में देंगे, ആമേൻ. ആ വലം കരത്തിലേക്ക് സമർപ്പിക്കാമോ? उनके दाहिने हाथ में हम देंगे, ആമേൻ. തന്റെ വലം കരം നമ്മെ വീണ്ടെടുക്കും. उनका दाहिना हाथ हमें बचाएगा, തന്റെ വലം കരം നമ്മെ നടത്തും. उनका दाहिना हाथ हमें चलाएगा। ഏത് പ്രതിസന്ധി വന്നാലും, चाहे कोई भी परिस्थिति हो, ഏത് പ്രതികൂലമായാലും चाहे कोई भी परेशानी हो, അവിടെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം. हमें बचाने के लिए वो उतर के आने वाले അതാണ് ദാവീദ് പറഞ്ഞത്, वो दाऊद कहता है, നാശകരമായ കുഴിയിൽ. वो जो खड्डे में से ले, ആമേൻ. 40-ാം സങ്കീർത്തനം പറയുന്ന നാശകരമായ കുഴിയിൽ. तो उसका 40वां अध्याय में हम देखते हैं, ആമേൻ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും सबसे जब नीचे था, ആമേൻ അവൻ എന്നെ തൂക്കിയെടുത്തു, वहां से मुझे उठाकर निकाला है, ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. और यीशु मसीह जो पत्थर के ऊपर खड़ा किया, ആമേൻ. ആ പ്രൈസലോട് എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. और मेरे मुंह में नया गाना दिया അത് है। ദൈവത്തിന്റെ സ്തുതി തന്നെ. इसलिए परमेश्वर को स्तुति, ആമേൻ. ആ ദൈവത്തിനെ മഹത്വമായിത്തീരുവാൻ परमेश्वर महिमा के रूप में आने, നാശത്തിന്റെ അവസ്ഥയിൽ നിന്നും नाशमय जो अवस्था है, ആമേൻ അവിടെ നിന്ന് നമ്മെ തൂക്കിയെടുത്ത ദൈവം. वहां से मुझे बाहर निकाला हो। ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാമോ? उनके हाथ में अपने आप को आज देंगे हम। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, थोड़ा समय अपना आग बंद करें, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। ആമേൻ. ഇന്ന് പകൽക്കാലം
आज सुबह का समय നാം ആയിരുന്ന അവസ്ഥയിൽ നിന്നും हम जो अवस्था में थे നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവം, अब तक हमें चलाए ഇനിയും परमेश्वर നടത്തുവാൻ ശക്തനായ ദൈവം, और भी चलाने के लिए शक्ति बल वाले परमेश्वर നാം വീണു പോകാതിരിക്കാൻ हम नहीं गिरने के लिए ദൈവത്തിന് നമ്മോട് പ്രിയമുണ്ടായിരുന്നു. परमेश्वर हमसे प्रीति करते അത് हैं। നമ്മുടെ ബുദ്ധിയോ ശക്തിയോ കൊണ്ടല്ല, मैं बुद्धि या शक्ति के द्वारा नहीं, നമ്മുടെ കഴിവ് കൊണ്ടല്ല, हमारा कार्य के समय से നമ്മുടെ नहीं, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല, हमारा प्रार्थना की शक्ति से नहीं, ദൈവത്തിന്റെ ദയയാ. परमेश्वर की दया। ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? तो उनके हाथ में अपने आप को देंगे आज ഇന്ന് പകൽക്കാലം സമർപ്പിക്കാമോ? आज सुबह के समय समर्पण करेंगे। ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ तो जैसे भक्त प्रार्थना करते हैं ആമേൻ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम भी प्रार्थना करेंगे। നിന്നെ ശരണമാക്കുന്നവരെ നീ രക്ഷിക്കുന്നു. तो तुम्हें जो शरणागत बनाता है उसे बचाते हो, നിന്റെ വലം കൈയാൽ അവരെ രക്ഷിക്കുന്നു. हमारे दाहिने हाथ से बचाते हो। ആമേൻ, ദൈവം തന്റെ അത്ഭുത കാരുണ്യം നമ്മുടെ മേൽ പകരുന്നു. परमेश्वर अपना अद्भुत कार्य जो हमारे ऊपर डालते हैं, എതിർക്കുന്ന ശത്രുക്കളുടെ മുമ്പായി ആമേൻ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. विरोध करने वाले शत्रु के सामने हमें विजय देता है। ആമേൻ, ആമേൻ, ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ ആദരിക്കുന്ന ദൈവം. वो शत्रु के सामने जो हमें आदर देने वाले ആ परमेश्वर, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. उनके हाथ में अपने आप को सौंपेंगे। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. आज सुबह के समय हम प्रार्थना करेंगे। നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആകട്ടെ, हमारा स्तर जो भी हो, നാം ഏത് പ്രതികൂലങ്ങളിലായിരിക്കട്ടെ, चाहे जो भी अवस्था में हो, നാം നേരിടുന്ന പ്രശ്നം എന്ത് തന്നെ ആയിരിക്കട്ടെ, चाहे जो भी परेशानी हम लड़े, ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? आज अपने आप को परमेश्वर के हाथ में देंगे। ദൈവം തന്റെ വലം കരം നീട്ടുവാൻ ആഗ്രഹിക്കുക, परमेश्वर अपने दाहिना हाथ फैलाना चाहते हैं, തന്റെ ജനത്തെ രക്ഷിക്കുവാൻ, अपने लोगों को बचाने के തന്റെ लिए, ജനത്തിന് ജയം നൽകുവാൻ. अपने लोगों को जय देने के लिए, ആമേൻ, ഇസ്രായേലിന് തണലായിരുന്നത് പോലെ इस्राएली के लिए जैसे वो थे, ആമേൻ, ഇന്ന് പകൽക്കാലം ആ വലം കരം നമ്മെ ഒന്ന് ആശ്ലേഷിക്കുവാൻ തഴുകുവാൻ ആഗ്രഹിക്കും. वो दाहिना हाथ हमें जो है सुरक्षा देने की कोशिश कर रहे ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് തലോടുവാൻ ആഗ്രഹിക്കുക. हैं। तो हमें जो है वो देने की कोशिश कर रहे हैं, നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്കൊരു ആശ്വാസം നൽകുവാൻ. हमें परेशानी में एक आश्वास देने के लिए, ആമേൻ, നമ്മുടെ വേദനയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ആശ്വാസം നൽകുവാൻ. दर्द जो है अवस्था में आश्वास देने के लिए। ഇന്ന് പകൽക്കാലം ആ വലം കരം നിങ്ങളുടെ തലയിൽ ഒന്ന് തലോടിയേ. आज सुबह के समय वो दाहिना हाथ आपके सर पर है, ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മുടെ തല ആമേൻ ആ കരങ്ങൾക്ക് കീഴിൽ വെച്ചു കൊടുക്കുക. तो अपने जो सरों को हाथों के नीचे हम रखें। ആ ദൈവകരത്തിൽ നിന്നും നമ്മുടെ തല മാറ്റാതെ परमेश्वर के हाथ से जो है उसके नीचे हमारा सर नहीं ഇന്ന് हटाएंगे। പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. आज हम प्रार्थना करेंगे, കർത്താവെ, ആ വലങ്കരം എന്റെ തലമേലൊന്ന് വെക്കണം. परमेश्वर दाहिना हाथ हमारे सर पर അവിടുത്തെ रखें। വലങ്കരം എന്നെ ഒന്ന് തൊടുമാറാകണം. वो अपने दाहिना हाथ से हमें छुइए। ഇതുവരെ ഞാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്നും अभी तक जो अवस्था में मैं था, ഒരു വ്യത്യസ്ത അവസ്ഥയിലേക്ക് മാറ്റുവാൻ, एक अलग एक अवस्था में लेकर आइए, ഒരു വ്യത്യാസമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ एक अलग एक अवस्था में लेकर जाइए। അവിടുത്തെ വലങ്കരം ആവശ്യമാണ്. आपका दाहिना हाथ की जरूरी है। ഇന്ന് പകൽക്കാലം आज सुबह के ആ समय വലങ്കരം എന്നെ ഒന്ന് തൊടണം. वो दाहिना हाथ आज मुझे छुए, യഹസ്കേലിനെ തൊട്ട ദൈവം एजेकेल को छुए परमेश्वर, ആമ എന്റെ തലമേൽ ആ കരം ഒന്ന് വെക്കണം. मेरे सरों पर जो है वो हाथ रखिए। നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या हम अपने आप को देंगे? അങ്ങനെയെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. अगर ऐसा है तो परमेश्वर कार्य जो प्रकट ഇന്ന് होगा। പകൽക്കാലം സമർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ आज सुबह अगर समर्पण करके तैयार है, ഒരു വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ एक ആഗ്രഹിക്കും. बड़ा कार्य परमेश्वर करने वाले हैं। ഇതുവരെയും കാണാത്തൊരു പ്രവൃത്തി, अभी तक नहीं देखा हुआ कार्य, ഇതുവരെയും ചെയ്യാത്തൊരു പ്രവൃത്തി, अभी तक नहीं किया हुआ कार्य, ഇതുവരെയും അനുഭവിക്കാത്തൊരു അനുഭവം अभी तक अनुभव नहीं किया हुआ अनुभव, ഇന്ന് പകൽക്കാലം ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. परमेश्वर आज सुबह करने वाले हैं। ഏൽപ്പിച്ചു കൊടുക്കാം, क्या अपने आप को देंगे? പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। സ്വർഗസ്ഥ പിതാവാൻ ഞങ്ങളുടെ നല്ല ദൈവമേ, ये हमारे स्वर्गीय पिता ഈ परमेश्वर, നല്ല പകൽ വേളയ്ക്കായി നന്ദി പറയുന്നു. अच्छा सुबह का समय का हम धन्यवाद करते हैं। ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. एक और सुबह देने के लिए हम धन्यवाद करते हैं। അനേകർക്ക് ലഭിക്കാതിരുന്നപ്പോൾ कई जन को नहीं मिलने के समय ഞങ്ങൾക്കത് തന്നതിനായി സ്തോത്രം. हमें आपने दिया इसे धन्यवाद। അവിടുത്തെ സന്നിധിയിൽ കടന്നു വരാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. आपके सन्निधि में आने की कृपा दिया इसे ഇന്ന് धन्यवाद। പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. आज सुबह हमसे बात की इसलिए അവിടുത്തെ धन्यवाद। വലങ്കരം നീട്ടി ഞങ്ങളെ ഒന്ന് തൊടണം. अपने दाहिना हाथ फैलाकर हमें छुइए। അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായി തീരുവാൻ आपकी सन्निधि में जो विश्वस्त बनने की सहायता कीजिए। അവിടുത്തെ കരം ഞങ്ങളെ ഒന്ന് തൊട്ടാട്ടെ. अपना हाथ से जो हमें छुइए, എന്ത് പകൽക്കാലം അവിടുത്തെ കരം ഞങ്ങളെ തൊടണം. आपका हाथ जो आज सुबह हमें छुए, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുവാൻ आपके सन्निधि में रहने के ആ लिए വലങ്കരം ഞങ്ങൾക്ക് ആവശ്യം. आपका दाहिना हाथ की आवश्यकता है। ശത്രുവിനെ ആമെ തകർത്ത വലങ്കരം, शत्रु को हराया हुआ दाहिना हाथ, തന്റെ ജനത്തെ വിടുവിച്ച വലങ്കരം अपने लोगों को बचाया हुआ दाहिना हाथ ഞങ്ങളുടെ മേൽ വെച്ച് हमारे ऊपर रख ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. हमें परेशानियों को समाधान देने वाले इसे धन्यवाद। കർത്താവേ, ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. पिता आपको हम धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आज सुबह सभी लोगों को आपके हाथ में हम सौंपते हैं। അവരുടെ ആവശ്യഭാരങ്ങളെ അറിയുന്ന കർത്താവ്, उनके जो है जरूरीमंद को आप जानते हैं, അവരുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, उनका अवस्था को जानने वाले इसे धन्यवाद। ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. आज सुबह के समय आपका कार्य प्रकट हो रहा है, इसे धन्यवाद। അവരുടെ അവസ്ഥകളെല്ലാം മാറുന്ന കൃപയ്ക്കായി സ്തോത്രം.
उनका अवस्था बदलता है, इसलिए धन्यवाद करते हैं। ആമേൻ. പുതിയൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. नया अवस्था में उनको लेकर आने धन्यवाद। അനുഗ്രഹിച്ചതിനായി സ്തോത്രം. उनको अनुग्रह किया ऐसे धन्यवाद। കർത്താവ് സംസാരിച്ചതിനായി സ്തോത്രം. अपने जो है बात किया ऐसे धन्यवाद। അടിയങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. सभी को आपके हाथ में सौंपते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुने इस धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के नाम से हम मांगते हैं। ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Amen. Thank you, Joy.